പൂട്ടിക്കും പൂട്ടിക്കും അക്കട ഇക്കട പൂട്ടിക്കും അക്കട ഇങ്ങോട്ട് കേറിയ കാര്യം പറ്റും. വെളിയിൽ നിന്നോണം ഇങ്ങോട്ട് കയറി എന്താ പ്രശ്നം എന്താ? ഇതെന്നെ അളിയനാന്തി ഈ പുള്ളി മഹാമനക്കാടാ എന്നെ ഇതിനകത്ത് കയറ്റത്തില്ല. ആവശ്യമില്ലാത്ത കാര്യം മറ്റുള്ളവരോട് പറഞ്ഞാൽ എറിഞ്ഞാൻ മേടിക്കും. എറിഞ്ഞാൻ അവനെങ്ങനെ മാറാറുണ്ട്. നിന്നെ വെട്ടും ഞാൻ. എന്താ അളിയനാ ഇത് കാണിച്ചെന്നാത്രയോ എന്തോന്ന്? എന്റെ പെങ്ങളെ സ്നേഹിച്ച് കല്യാണം കഴിച്ച് വിളിച്ചോണ്ട് പോയി. നമ്മൾ വിചാരിച്ചാ പെങ്ങളെ ഞങ്ങൾ പൊക്കോട്ടെന്ന് വിചാരിച്ചു. സ്ത്രീകളൊന്നും കൊടുക്കണ്ടല്ലോ. ഈ കാലം 2 ദിവസം കഴിഞ്ഞപ്പോഴേ ഒരു പ്ലാസ്റ്റിക് കാറിനകത്ത് 2 മീനോട്ട് വന്ന് കയറി. പിന്നെ പോയിട്ട് വന്നപ്പോ ഒരു 5-6 തത്ത, പിന്നെ മൈന, പിന്നെ പട്ടി, പിന്നെ മീനുകള്. എന്റെ പെരക്കാൻ മുഴുവൻ ഈ മൃഗങ്ങളെ കൊണ്ട് തോറ്റി ഞാൻ. എന്നെ ഇവിടെ ഇറക്കി വിട്ടിരിക്കുക അറിയാമോ? എന്റെ പൊന്നിയേട്ടാ, നിങ്ങളുടെ കാര്യം മനസ്സിലായി. ഒന്നും അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരി അളിയനും അല്ലേ ഇത്? അവർ നടത്തുന്ന സ്ഥാപനമല്ലേ? ഇവിടെ വന്ന് ചില ബഹളം വെച്ചാൽ ഇവിടെ ആരെങ്കിലും വല്ലതും മേടിക്കോ? എന്റെ മാഷ ഇത് എന്റെ പേര് കിടക്കുന്ന സ്ഥലമാണ്. ഇവര് വന്നു കയറിയതല്ലേ. ഞാനൊരു ദിവസം കിടന്ന് ഉറങ്ങുവാ. ആ ഉറങ്ങുന്ന സമയത്ത് എന്റെ തമ്പുണ്ടല്ലോ, ഈ തമ്പ് കുറ്റപ്പത്തത്തെ ഇങ്ങനെ കുപ്പിലോട്ട് ഒട്ടിച്ച് മേടിച്ചു. എന്നിട്ട് രാവിലെ വന്നപ്പോ എന്നോട് പറയാ, നിന്റെ എല്ലാം തീർന്നു, നിനക്ക് പോകാം, നിനക്ക് സ്വത്തുമില്ല ഒന്നുമില്ല, ഇത് ഞങ്ങളുടെ പേരിലാന്ന് പറഞ്ഞു. കുണ്ടിക്കൊരു പിച്ച പിച്ചിട്ട് നിങ്ങളുടെ കുടുംബ പഴക്കം ആദ്യം തീരട്ടെ, എന്നിട്ട് ഞാൻ പോയിട്ട് പിന്നെ വന്ന് മേടിക്കാം. അല്ലാതെ എന്തോ പറയാനാണ്. ഇപ്പൊ വരും. ഞാൻ ആളോട് പറഞ്ഞു, ആള് വരട്ടെ കേട്ടോ. നിന്റെ കട പൂട്ടിക്കും ഞാൻ, അല്ലെങ്കിൽ എന്റെ പേര് നിനക്ക് കിട്ടും.